തത്വചിന്തയുടെ ലോകത്ത് ഏറ്റവും വലിയ സ്വാധീനമൊരുക്കിയ മഹാനായ ഗ്രീസ് ചിന്തകൻ പ്ലേറ്റോ. പ്ലേറ്റോ ക്രിസ്തു മുതൽ 427 ഏഥൻസിൽ ജനിച്ചു. സോക്രട്ടീസിന്റെ ശിഷ്യനായ പ്ലേറ്റോ ഗുരുവിന്റെ ചിന്തകളിൽ നിന്ന് ശക്തമായ പ്രചോദനം ഉൾക്കൊണ്ടു. പിന്നീട് അരിസ്റ്റോട്ടിലിനെ ഗുരുകൃപയോടെ പരിശീലിപ്പിച്ച അദ്ദേഹം ലോകത്തിന്റെ ഭൗതിക വികസനത്തിന് അമിത സ്വാധീനം ചെലുത്തി. ഐഡിയ സിദ്ധാന്തം തിയറി ഓഫ് ഫോംസ് പ്ലേറ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വചിന്തയാണെന്ന് പറയാം. പ്രകൃതിജന്യ ലോകം അസ്ഥിരമാണെന്നും വ്യത്യാസപ്പെടുമെന്നും പ്ലേറ്റോ കരുതുന്നു. എന്നാൽ ഈ ഭൗതിക ലോകത്തിന് പുറത്ത് ഒരു ശാശ്വത സത്യലോകം നിലനിൽക്കുന്നു. അതാണ് ഫോംസ് അഥവാ ഐഡിയാസ്. ഉദാഹരണത്തിന്, ഓരോ ഗ്രഹത്തിനും വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടായാലും സത്യഗ്രഹം എന്ന ഒരൊറ്റ ആശയം മാത്രമേ പരിപൂർണമാകൂ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതി ദി റിപ്പബ്ലിക് ആണ്. ഇതിൽ പ്ലേറ്റോ ഒരു സമതുലിതമായ നീതിയുക്തമായ രാഷ്ട്രം എങ്ങനെയായിരിക്കണം എന്ന കാര്യം വിശദമായി പ്രതിപാദിക്കുന്നു. ഫിലോസഫർ, രാജാക്കന്മാർ, സംരക്ഷകർ, ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ സമൂഹം 3 വിഭാഗങ്ങളായി വിഭജിക്കപ്പെടണം എന്നത് അദ്ദേഹത്തിന്റെ ആശയമാണ്. ജ്ഞാനികൾ ഭരണചക്രം നിയന്ത്രിക്കുമ്പോഴേ ഒരു രാഷ്ട്രം സമതുലിതമായിരിക്കൂ എന്ന് അദ്ദേഹം വാദിച്ചു. പ്ലേറ്റോയുടെ പ്രശസ്തമായ ഉപമകളിൽ ഒന്നാണ് അഗ്നിഗുഹ ഉപമ. മനുഷ്യരുടെ അറിവ് പരിമിതമാണെന്നും അവ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം വെറും നിഴലുകൾ മാത്രമാണെന്നും പ്ലേറ്റോ ഈ ഉപമയിലൂടെ അവതരിപ്പിക്കുന്നു. അറിവിന്റെ ഉറവിടം വെളിച്ചത്തിലും അവബോധത്തിലും നിക്ഷിപ്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പ്ലേറ്റോ ഏഥൻസിൽ അക്കാഡമി എന്ന പേരിൽ ഒരു വിദ്യാലയം ആരംഭിച്ചു. ഇത് പാശ്ചാത്യ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ തുടക്കം ആയിരുന്നു. ശിക്ഷണം, രീതി, സ്നേഹം, രാഷ്ട്രീയ സംവിധാനങ്ങൾ തുടങ്ങി പ്ലേറ്റോ പഠിച്ച വിഷയങ്ങൾ ഇന്നും പ്രസക്തമാണ്. പ്ലേറ്റോയുടെ ചിന്തകളുടെ പ്രസക്തി ഇന്നത്തെ കാലത്തുമുണ്ട്. നമ്മുടെ ഭരണ സംവിധാനങ്ങൾ, വിദ്യാഭ്യാസ രീതികൾ, നീതിയ ലേഖനം തുടങ്ങിയതിൽ പ്ലേറ്റോയുടെ തത്വചിന്തയെ നാം കാണാം. പ്ലേറ്റോ നമുക്ക് പഠിപ്പിക്കുന്നത് സത്യത്തിന്റെ തിരച്ചിലിലാണ്. ഓരോ വ്യക്തിയും തന്റെ അറിവിന്റെ പരിധി വെട്ടിച്ചെന്ന് യാഥാർത്ഥ്യം നേടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് നാം അറിയേണ്ടത് ഒരിക്കലും പര്യാപ്തമല്ല, മറിച്ച് എല്ലായ്പ്പോഴും പഠനം തുടരേണ്ടതാണെന്നും പ്ലേറ്റോ നമ്മോട് പറയുന്നു.